കൊണ്ടുവച്ചത് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. അപ്പം ഈ ഗോപിക ഒളിച്ചിങ്ങനെ നോക്കണ്ട, ഇവൻ എന്തായി ചെയ്യുന്നത്. എൻ്റെ യശോദയെ എനിക്ക് അത്ഭുതം തോന്നി. അതാ നോക്കണേ, വലിയൊരു പീഠം ഇങ്ങനെ വലിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് ആ ഉറിയുടെ ചുവട്ടിൽ വെച്ച് ആ പീഠത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഒന്ന് ഏന്തി നോക്കി, ഇത് കിട്ടുന്നില്ല. ഇതിന് പറയണു കുറച്ചപ്പുറത്തൊരു ഉരലിരിപ്പുണ്ടായിരുന്നു. ഏതാണ്ട് തൻ്റെ അത്ര ഉയരമുള്ളതായിരിക്കുന്ന ഒരു ഉരല്. എങ്ങനെ അറിയില്ല എൻ്റെ യശോദയെ ആ ഉണ്ണി ആ ഉരല് തൂക്കി പിടിച്ചു കൊണ്ടുവന്നു. അത് മാത്രം പറഞ്ഞാൽ പോരാ, ആ ഉരലെടുത്ത് ആ പീഠത്തിന് മുകളിലേക്കാണ് കയറ്റി വയ്ക്കുകയും ചെയ്തു. പതുക്കെ അതിൻ്റെ മുകളിൽ കയറി. അതിൻ്റെ മുകളിൽ കയറിയപ്പോഴേക്ക് എന്താണ്ടായത്, ആ കുഞ്ഞി കൈ കൊണ്ട് ഉറിയുടെ കയറങ്ങോട്ട് പിടിക്കാൻ കിട്ടി. ഇപ്പുറത്തെ കയ്യിൽ ചെറിയൊരു മോതിരമുണ്ട്. ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തു കുടത്തിൻ്റെ അടിയിൽ. അപ്പോഴേക്കും ആ ചെറിയൊരു ദ്വാരം വീണ് പാല് കുറേശ്ശെ വരുന്നുണ്ട്. വായ തുറന്ന് ഈ പാല് നന്നായിട്ട് കുടിച്ചു. ഈ പാലിങ്ങനെ ആസ്വദിച്ച് കുടിക്കുമ്പോൾ കാലുകൊണ്ടെന്തോ താളം പിടിച്ചത്രേ. ഈ കാലുകൊണ്ട് ഇങ്ങനെ താളം പിടിക്കുന്നിടയ്ക്ക് കഷ്ടകാലത്തിന് ആ ഉരലങ്ങോട്ട് തട്ടി തണുത്ത് വീണു. വലുതും ആ ഉണ്ണിക്ക് പറ്റി വെച്ചിട്ട് ഞാനങ്ങോട്ട് ഓടിപ്പോയപ്പോൾ കാണുന്നതാണ്ടേ ആ ഉണ്ണി ഈ ഉരലിൽ പിടിച്ചിങ്ങനെ തൂങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ അവിടെ വായിക്കകത്ത് നിറച്ചും പാലുണ്ട്. എന്നെ കണ്ട സമയത്ത് ആ ഉണ്ണിയുടെ മുഖാകെ വല്ലാണ്ടായി. ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു ആ ഉണ്ണിയോട്, ഇതെന്തായാലും നിന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ആ ഉണ്ണി എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ വിരളെടുത്തിട്ട് ചുണ്ടത്ത് ഇങ്ങനെ അമർത്തി വെച്ചു. പറയരുതേ എന്നൊരു ഭാവം. ഇതെന്തായാലും പറഞ്ഞു കൊടുക്കുന്നതായി. എന്നാ പറഞ്ഞു കൊടുക്കോ കാണട്ടെ എന്ന ആ ഭാവത്തിൽ ഈ വിരള് ഈ ചുണ്ടത്ത് ഇങ്ങനെ അമർത്തി ഒറ്റ തുപ്പല. ലവലേശം പോലും ഉന്നം തെറ്റാതെ ആ പാല് കൃത്യമായിട്ട് ആ ഇങ്ങനെ തുറച്ച് നോക്കണ ആ ഗോപികയുടെ കണ്ണിൽ തട്ടി ഈ ഉണ്ണി ചാടി കൊടുക്കുകയും ചെയ്തു. യശോദാമ്മയോട് പറഞ്ഞു കൊടുത്തു, അതേ യശോദേ, അവൻ അടിക്കുകയൊന്നും ചെയ്യരുത്, വഴക്കൊന്നും പറയരുത്. എന്നുവെച്ചാൽ അവൻ എൻ്റെ മുഖത്ത് പാല് തുപ്പി എന്നത് സത്യം തന്നെ. പക്ഷെ അതുകൊണ്ട് എന്താ ഉണ്ടായി അറിയാം, ഈ കണ്ണിൽ തിമിരം ഉണ്ടായിരുന്നു, അത് തൽക്കാലം പോയി കിട്ടി. അപ്പോൾ അജ്ഞാന തിമിരാന്ധസ്യ. അപ്പോൾ എന്തീ പോകേണ്ടത്, അജ്ഞാനമാകുന്ന ഈ ഒരു തിമിരാണ് ഇവിടെ നിന്നിട്ട് ഇറങ്ങി പോകേണ്ടത്. മറ്റൊരു ഗോപിക വന്ന് മറ്റൊരു പരാതിയെ ആ ഒരു ഗോപിക പറഞ്ഞു, യശോദേ, നിന്റെ കണ്ണനെ കൊണ്ട് ഒരു സൂര്യമില്ല കേട്ടോ, എന്തൊരു ഉപദ്രവം. ഈ വെണ്ണക്കുടം പൊട്ടിക്കുക, പാലും കുടം പൊട്ടിക്കുക, തൈര് മറയ്ക്കുക. പക്ഷേ വഴക്ക് പറയരുതേ, ഇതാണ് പറഞ്ഞ വഴക്ക് പറയരുത്, അടിക്കരുത്. അവൻ വന്നോട്ടെ, എന്തോ ചെയ്തോട്ടെ, ഇനിയും വരണം, ഇതങ്ങനെയൊക്കെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു ദിവസം ഉണ്ടല്ലോ, ഞാൻ എന്താ ചെയ്തറിയാം, ലേശം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനാ, എൻ്റെ അച്ഛന് കൊണ്ട് കൊടുക്കാനാണ്. അപ്പം ഈ അച്ഛൻ കുറേ കാലമായി പറഞ്ഞു ഉണ്ണിയപ്പം വേണം എന്ന് പറയാൻ തുടങ്ങിയിട്ട്. എന്നാൽ അന്നത്തെ ദിവസം ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഒരു കുടത്തിനകത്തിട്ട് ഭദ്രമായിട്ട് അതിൻ്റെ വായൊക്കെ മൂടി കെട്ടി ഈ കുട്ടികളെ വന്ന് വികൃതി കാണിക്കരുത് വെച്ചിട്ട് ഇത് ഭദ്രമായിട്ട് അവർ കാണാതിരിക്കാൻ ഒരു ഭാഗത്ത് ഒളിപ്പിച്ചും വെച്ചു. എന്നാൽ ഈ കൃഷ്ണനും കൂട്ടുകാരും കൂടി പതുക്കെ അതിനകത്ത് കയറി ഈ ഉണ്ണിയപ്പം വെച്ച പാത്രമൊക്കെ കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ അടപ്പ് തുറന്ന് അതിലുള്ള ഈ അപ്പം മുഴുവൻ എടുത്ത് കഴിച്ചു. ബാക്കിയുള്ളത് കുറച്ച് ഈ കുരങ്ങന്മാർക്കൊക്കെ കൊണ്ട് വിതരണം ചെയ്തു. അപ്പോഴേക്ക് ഈ പാത്രം കാലിയായി. അപ്പോൾ ചില കുട്ടികളെ ചോദിക്കുന്നുണ്ട്, കൃഷ്ണ, ഇതിനകത്ത് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അത് സാരില്ല, വരും എന്ന് പറഞ്ഞ് ഗോശാലയിൽ കൂട്ടിക്കൊണ്ടായി. നല്ല ചാണകം, ഈ ചാണകം ഇങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ ആകൃതിയിൽ ഉരുട്ടി ആ കുടത്തിനകത്ത് ഇങ്ങനെ നിറച്ച് വെച്ച് അതിൻ്റെ വായ അതേപോലെ മുടി കെട്ടി എവിടെയാണോ ഈ കുട ഉണ്ടായത് ആ കുട ഉണ്ടായ സ്ഥലത്ത് തന്നെ അത് കൊണ്ടുവച്ചു. പിന്നെ അവിടെ കുറച്ച് പാലുണ്ടായിരുന്നു. ഈ പാല് മുഴുവൻ കുടിച്ച് തീർന്നു ചെയ്തു. ഇനി പാല് വേണ്ടേ, ഈ പാല് നിറച്ച് വെക്കണ്ടേ, അതിനും ബുദ്ധിമുട്ടൊന്നുമില്ല, എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. ഈ പശുവിനെ കറക്കാൻ പാത്രം കൊണ്ട് ഗോശാലയ്ക്ക് പോയതാണ്. പക്ഷെ കറക്കേണ്ടി വന്നിട്ടില്ല, നല്ല ചുട് ഗോമൂത്രം പിടിക്കാൻ കിട്ടി. അത് ആ പാത്രത്തിൽ നിറച്ചു നോക്കിയിട്ട് ഇതേപോലെ വായ മൂടി കെട്ടി ഈ പാലുണ്ടായതിൽ വെച്ചു. ഈ ഗോപിക പറഞ്ഞു, കഷ്ടകാലം എന്നല്ലേ പറയുള്ളൂ. അന്ന് വൈകുന്നേരം ആകുമ്പോൾ ഈ 2 പാത്രമാണ് ഞാൻ താങ്ങി പിടിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ പോയത്. നേരെ ഇരുട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വയസ്സായ അച്ഛൻ കാണിച്ച കണ്ണും കാണില്ല. അവസാനം അച്ഛനോട് പറഞ്ഞു, അച്ഛന് ഞാനിത് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ,
അപ്പം അച്ഛൻ പറഞ്ഞ സന്ധ്യാവാറായില്ലേ, സന്ധ്യ വൈകിട്ട് കഴിച്ചോളാം കേട്ടോ, നീ അവിടെ വെച്ചോളൂ, സന്ധ്യ വൈകിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സന്ധ്യ കണ്ട് കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം എടുത്ത് പതുക്കെ കൈയൊന്ന് അകത്തേക്ക് ഇട്ടു. കൈയ്യങ്ങോട്ട് അകത്തിട്ട സമയത്ത് നല്ല മൃദുവായിട്ടുള്ള അപ്പങ്ങളാണ്. അല്ല, ഇതെന്താ നല്ല മൃദുവായിട്ടുള്ള അപ്പമാണല്ലോ, സാധാരണ നീ ഇങ്ങനെ അപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ശബരിമലയിൽ നിന്നൊക്കെ കിട്ടുന്ന അപ്പം പോലെയാണ്, എന്നാൽ ഇതെന്താ, ഇത് നല്ല മൃദുവായിട്ടുള്ള അപ്പമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗോപിക പറയും ചെയ്തു, എന്താ അറിയില്ല അച്ഛ, ഞാൻ ഇന്ന് അച്ഛനെ നല്ലോണം വിചാരിച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കിയത്, അതുകൊണ്ടായിരിക്കും ഈ അപ്പത്തിന് ഇത്ര ഒരു മൃദുത്വം വന്നത്. ശരി, സന്തോഷമായിട്ടോ, എന്നാൽ ഒരു അപ്പം തിന്നട്ടെ എന്നും പറഞ്ഞ് അതിൽ നിന്ന് ഒരു അപ്പം എടുത്തിട്ട് വായ കണ്ട് തുറന്ന് ഒറ്റ കട്ടിയിട്ട് കടിച്ചു. ഇത് ചാണകത്തിൻ്റെ ഉരുളയാണ്. അവസാനത്ത് കൃഷ്ണന്റെ പണിയാണ്. എന്നാൽ അച്ഛൻ ഈ പാല് കുടിച്ചോളൂ എന്ന് പറഞ്ഞ പാലിൻ്റെ ഗുണം കൊടുത്തു. അതെന്താ, ഗോമൂത്രം. എന്തിനാ എൻ്റെ യശോദേ, നോക്കൂ എന്തൊരു വികൃതിയാണത്. പക്ഷെ സാരില്ല, ഇനിയും വരട്ടെ, ഇനിയും ഇതുപോലെ എന്തെങ്കിലും പോക്കറ്റിനെ കാണും. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തതാണ്. എത്ര പ്രായമായി കഴിഞ്ഞാലും, എത്ര ബോധമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാലും അന്നും ഈ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് ഓർമ്മയുണ്ടാവുക, എൻ്റെ വീട്ടിലെ പിന്നീട്. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, നമ്മുടെയും ഈ ഭവനത്തിനകത്ത് ഈ കൃഷ്ണൻ കയറി വന്നിട്ട് ഓരോരോ വികൃതി കാണിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഒരിക്കലും